ഇത് മറ്റേ സംഭവം അതല്ല പൊളി. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ലിഫ്റ്റ് ഉണ്ട്, താഴത്തുനിന്ന് മേളിലേക്ക് ലിഫ്റ്റ് ഉണ്ട്. ഇറങ്ങാളിപ്പായിരുന്നു, പക്ഷെ കയറാച്ച പാടാ. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളോട് അണച്ച് ചാവാനായിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ചെറിയൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് വേൾഡിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള NC500 ആയിരുന്നു. പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ മൂലം നമ്മളവിടെ പോണില്ല. നമ്മൾ പകുതി വരെ പോയിട്ട് ജോണോ ഗ്രോഡ്സ് വരെ പോയിട്ട് തിരിച്ചു വരാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഒരു 10-12 ലൊക്കേഷൻസ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൊക്കേഷൻസൊക്കെ കവർ ചെയ്ത് വിക്കി ചെന്ന് അവിടുന്ന് ജോണോ ഗ്രോഡ്സ് ചെന്നിട്ട് സെയിം റൂട്ടിൽ തിരിച്ച് പിടിക്കാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ വണ്ടിയിലാണ് പോണത്, ബൈ കാറ്. അപ്പോൾ എന്തായാലും തുടങ്ങല്ലേ, പോവാം. നമ്മൾ ഫസ്റ്റത്തെ ലൊക്കേഷനിലേക്ക് പോണ വഴിയാണ്, ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്, റോഗി ഫോൾസ്. അപ്പോൾ പോണ വഴിക്ക് നല്ല അടിപൊളി കോട, ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇതല്ല കേട്ടോ, ഇതിലപ്പുറം ഫോണിൽ വ്യക്തമായിട്ട് കിട്ടുന്നില്ല, ഇതിലപ്പുറം കോടയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടം വരെയുള്ള യാത്ര. ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ, 10 മിനിറ്റോടെ ഉള്ളൂ നമ്മുടെ ലൊക്കേഷനിലേക്ക്. അപ്പോൾ നമ്മൾ കോട കണ്ടപ്പോൾ നിർത്തിയതാണ്. അടിപൊളി. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ലൊക്കേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. നമ്മൾ നടക്കുന്ന വഴി ഇതാണ്. ഗൂഗിൾ മാപ്പിൽ കാണിച്ചാൽ ലൊക്കേഷൻ വേറെ സ്ഥലത്താണ്, പക്ഷേ നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് കാണിച്ചേക്കുന്ന വഴി ഇതാണ്. അപ്പോൾ നമ്മൾ ഈ വഴി പോയി നോക്കാം. വഴി കണ്ടോ, അടിപൊളിയാണ്. പക്ഷേ തെന്നലുണ്ട്, മെറ്റൽ പൊടിച്ചിട്ടേക്കും പോലെ മെറ്റലും കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് വന്ന് നേരെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. അതേപോലെ ചെറിയൊരു പാലം ഉണ്ട്. നമ്മൾ ആ ഒരു റിവറിനെ ക്രോസ് ചെയ്യണ തരത്തിലുള്ളൊരു പാലമുണ്ട്. അതിലുകൊണ്ടാണ് ഇവിടുത്തെ അട്രാക്ഷൻ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുക്കി വന്നിരിക്കണേ. അപ്പോൾ എന്തായാലും പോയി നോക്കിയിട്ട് പുറത്താണോ അല്ലോ എന്നുള്ളത് പറയാം. ഏതായാലും ഇത്രയും നടന്നിട്ട് ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ വന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനാണ്. ഇൻവെർണസിൽ നിന്ന് കണ്ട് തിരിക്കണം 1.25 മണിക്കൂറോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങോട്ടേക്ക്. നമ്മളങ്ങനെ നടന്ന് ഒത്തിരി നടന്നില്ല കേട്ടോ, ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ് നടന്നപ്പോൾ നമ്മൾ വേറെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ എന്താ ഉള്ളതെന്ന് ഏതായാലും നമുക്ക് നോക്കാം. എന്തോ ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാലം പൊളിഞ്ഞടി കിടക്കുന്നതാണത് അല്ല അല്ലേ? നമുക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് പോലെ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണെന്ന് തോന്നണല്ലേ നമ്മുടെ വാട്ടർഫോൾസ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വാട്ടർഫോൾസ്, റോഗി ഫോൾസ് എന്ന് പറഞ്ഞ്. നമുക്ക് ഇതിൻ്റെ വ്യൂ അവിടെ നിന്ന് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. നല്ല വ്യൂ ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു പാലം. ഇതാണ് ആ പറഞ്ഞ വാട്ടർഫോൾസ്. കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം എടുക്കാം. അപ്പോൾ നമ്മൾ ആ പാലത്തിലിട്ട് കയറാണ്. ഇത് മറ്റേ സംഭവം അതല്ല, ഇതാണ് ആ പാലം. സംഭവം അടിപൊളിയാട്ടോ. നമ്മൾ ആട്ടമുണ്ട് പാലത്തിന് ആട്ടമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്നുള്ള വ്യൂ പൊളി. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് റോഗി ഫോൾസ്. വർത്താണെന്ന് വെച്ചാൽ 100% വർത്താണ്. നമുക്ക് ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക സ്ഥലമുണ്ട്. ഇത് അത്രയ്ക്ക് വർത്താണ്. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടെ വാക്കിംഗ് ട്രയൽസ് അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പാലത്തിലേക്ക് ഇരുന്ന് നമ്മൾ ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. നമുക്ക് സമയമില്ല, കാരണം ഒരു 10-12 ലൊക്കേഷൻ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി പോണ വഴിയേ പോരെ, നമുക്ക് കാഴ്ചകൾ കണ്ട് പോവാം.
അപ്പോൾ നമ്മൾ അവിടെ പോയി തിരിച്ച് നമ്മൾ പാർക്കിങ്ങിലേക്ക് വന്നു. ഇവിടെ നമ്മൾ അടുത്ത് പോകാൻ പോണത് ഫെയറി ഗ്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് റോഗി ഫോൾസ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 35 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക്. അവിടെയും ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. എത്രത്തോളം ഭംഗിയുണ്ടെന്നറിയില്ല. എന്തായാലും നമ്മൾ കണ്ട ലൊക്കേഷൻസൊക്കെ കയറി ഇറങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും അടുത്ത ലൊക്കേഷൻ ഫെയറി ഗ്ലിൻ. അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് ഓക്കെ. അപ്പം നമ്മൾ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്, ഫെയറി ഗ്ലെൻ. അപ്പം നമുക്ക് ആ ഒരു റൂട്ടിൽ കൂടെ ഒരു ചെറിയൊരു വാക്ക് ട്രെയിൽസ് ഉണ്ട്, നടപ്പാത. അപ്പോൾ നമുക്ക് അതുവഴി പോയി നോക്കാം എന്താണ്. ഇവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഞാൻ കണ്ടത്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് നോക്കിയിട്ട് പോകാൻ കരുതി. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഓക്കെ. ഇപ്പോൾ ഇതാണ് കേട്ടോ നടപ്പാത. ഒരു കാടിനകത്തിട്ട് ഒരു കാട്ടിലിട്ട് കയറുന്ന ഫീലുണ്ട്. ഫീലല്ല, കാട് തന്നെ. ആ അങ്ങോട്ടാണോ? അത് വഴിയുള്ളൂന്നുള്ളേ. അടച്ചു വെച്ചാണ് കണ്ടേ. ആ ബ്ലൂ സ്റ്റിക്ക് ഡൊണേഷൻസാ. അപ്പോൾ കുറേ ദൂരം നടന്നപ്പോൾ നമ്മളിങ്ങനെ ഒരു പാലമുണ്ട്. വേറെ ഒന്നും ഇവിടെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ സമയനഷ്ടം, ധനനഷ്ടം, മാനഹാനി അങ്ങനെയുള്ള കാര്യങ്ങളാണ് തോന്നണേ. പോടെ കൈ ആ മാപ്പ് നോക്കിയടാ. ഇസ്രമരി അപ്പം നമ്മൾ അങ്ങോട്ട് പോണ വഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കണേ. നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് അവർ കയറിയപ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നടക്കാൻ പോകുന്നവർ നമ്മുടെ റിസ്കിൽ തന്നെ പോവുക, എന്തോ ഡേഞ്ചർ ഉണ്ടെന്നുള്ള രീതിക്ക്. അതേപോലെ ഇവിടെ വന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ ആ ഒരു പാലം അവർ ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ അത്രയും ദൂരം, ഇത്ര മീൻസ് ഓൾമോസ്റ്റ് ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഇനി ഇവിടുന്ന് ഇവിടെ എത്രയൊന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും ദൂരം നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ റിസ്ക് എടുക്കുകയാണോ എന്നൊരു സംശയം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു തോട്ടിലാണെന്നുണ്ടെങ്കിലും വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി വെള്ളച്ചാട്ടത്തിൽ ചെല്ലുമ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടോ എന്നുള്ളതും സംശയമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. നമ്മൾ അങ്ങനെ ബ്ലാക്ക് കൈയിൽ ഒക്കെ കടന്ന് ഇവിടെ ഒരു ലൈറ്റ് എന്തായിരുന്നു പിങ്ക് ഹൗസ്, ഒരു പിങ്ക് ഹൗസ് എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതേ കാണണം. പിങ്ക് കളർ കാണാൻ വേണ്ടിയിട്ട്, പിങ്ക് കളർ വീട് കാണാൻ വേണ്ടിയിട്ട് എത്ര മൈൽ വണ്ടി ഓടിച്ച് ഈ റോട്ടിൽ കൂടെ, ഈ വൃത്തികെട്ട റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് വണ്ടിയും കളഞ്ഞ് പിന്നെ കുറേ നടന്ന് ഇതേ ഒരു കുഞ്ഞ് പിങ്ക് വീട് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. പക്ഷെ വ്യൂ കൊള്ളാം. ഈ ഒരു ഇതിൻ്റെ നടുക്കായിട്ടൊരു പിങ്ക് ഹൗസ് എന്നാണ് പേര്. നമ്മൾ അങ്ങനെ സഞ്ചരിച്ച് വാലിഗോ സ്റ്റെപ്സിലെത്തിയിട്ടുണ്ട്. വാലിഗോ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 സ്റ്റെപ്സ് ഉണ്ട്. 2 ക്ലിഫ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഹാർബർ ഫോം ചെയ്തേക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. സോ ഈ 365 സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റുന്നവർക്ക് ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. 365 സ്റ്റെപ്പ് കയറുകയും വേണം, ഇറങ്ങാൻ വേണം. സോ എന്നെക്കൊണ്ട് വയ്യ, നീ ഇറങ്ങിക്കോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു വാലിഗോ സ്റ്റെപ്സും അതേപോലെ എലിഫൻറ്റ് ക്ലിഫ്സും ഒരേ സെയിം ഡെസ്റ്റിനേഷനാണ് കേട്ടോ. അതാണ് എലിഫൻറ്റിൻ്റെ രൂപത്തിലുള്ള ഒരു പാറ.
കണ്ടില്ലേ? അപ്പോൾ രണ്ടും സെയിം ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വാലിഗോ സ്റ്റെപ്സ്. നമുക്ക് സ്റ്റെപ്സിന് താഴത്തേക്ക് ഇറങ്ങാം. നമ്മളൊരു തേങ്ങ പോലെ അതിട്ട് കുളിക്കാൻ പറ്റിയത്. നീ നീന്തിട്ട് വരില്ലേ, ഞാൻ നീന്തണ്ടേ? വേണ്ട, നീ പൊയ്ക്കട അങ്ങനെ കൂടെ. വേണ്ടാന്ന്, ലിഫ്റ്റ് ഉണ്ട് താഴത്തുനിന്ന് മേളിലേക്ക് ലിഫ്റ്റ് ഉണ്ട്. ഏത് ഒന്ന് പൊയ്ക്കട ഇവിടുന്ന്. പിന്നെ നോ, എന്താ വ്യൂ ഉള്ളതെന്ന് നോക്കട്ടെ, എന്നിട്ടല്ലേ പറത്തണേ. നമുക്ക് ആദ്യം പോയി വ്യൂ നോക്കാം, അപ്പൊ നമുക്ക് എവിടുന്ന് പറത്തുമ്പോ കിട്ടുമെന്നുള്ള ഐഡിയ കിട്ടും. ആ, നീ ഇപ്പൊ മിണ്ടാണ്ടിരുന്നാ കൈ പൊയ്ക്കട. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടിയുടെ പേരെന്നാടാ? ഷാറൂഖ് ഖാനും കത്രീന കൈഫ്. കത്രീന കൈഫ് ഒന്നും അല്ല, പോടാ. ഞാൻ പറയാം, ഞാൻ റീൽ ചെയ്യാം. ഞാൻ പറയാം. ചെറിയൊരു ഭ്രാന്തുണ്ട് ഗൈസ്, മൈൻഡ് ചെയ്യണ്ട. ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ. അടിപൊളി വ്യൂ ആണ്. ആ വാട്ടർ നല്ല അതാരാ അവിടെ വന്നിരുന്ന് പുസ്തകം വായിക്കണേ? നല്ല ട്രാൻസ്പെറന്റ് വാട്ടർ. ഓൾമോസ്റ്റ് മുക്കാഭാഗം ഇറങ്ങി. ഇല്ല, ഇനി ഇച്ചിരി ഉള്ളൂ. ആൾക്കാരെ നോക്കി, ഓൾമോസ്റ്റ് നമ്മളൊരു മുക്കാ ഭാഗത്തോളം ഇറങ്ങി. നല്ല എന്താ പറയാ, ക്ലിയർ വാട്ടർ ആട്ടോ. നമുക്ക് വെളിയിൽ നോക്കുമ്പോൾ തന്നെ താഴത്ത് വ്യക്തമായിട്ട് കാണാം. നമ്മൾ എവിടുന്ന് ഇറങ്ങി തുടങ്ങി? അവിടുന്ന് ഏതോ മണ്ടേന്ന് ഇറങ്ങി തുടങ്ങി കേട്ടോ. കറങ്ങി ഇങ്ങനത്തെ സ്റ്റെപ്പുകളാട്ടോ ഇവിടെ മൊത്തം. നോക്കിയും കണ്ടു ഇറങ്ങിയില്ലെങ്കിൽ മുന്നേയും കുത്തി വീഴാം. അപ്പം നോക്കിയും കണ്ടൊക്കെ ഇറങ്ങാം. ഒത്തിരി ആൾക്കാരുണ്ട് താഴത്ത്. നമ്മളങ്ങനെ സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങി ആ മണ്ടേന്ന് ഇറങ്ങി താഴെ എത്തി. നമ്മൾ താഴെ എത്തിയിരുന്നു. നമ്മൾ എലിഫൻറ്റിൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്തി. കണ്ടില്ലേ അതിലെ വാട്ടർ കോലാട്ടോ, കുഴപ്പമില്ല. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. എന്തായാലും സ്കോട്ട്ലൻഡിലേക്ക് വരുന്നവർ എന്തായാലും ഒരു തവണയെങ്കിലും വന്ന് കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നല്ലൊരു പ്ലേസാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്സ് മൊത്തം ഇറങ്ങി തിരിച്ച് ആ സ്റ്റെപ്സ് മൊത്തം കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക്. ഇറങ്ങാളെളുപ്പമായിരുന്നു, പക്ഷെ കയറാച്ച പാടാ. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളോട് അണച്ച് ചാവാനായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ വന്നപ്പോൾ കൊള്ളാം. ഒട്ടും വയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ മേലിലിരുന്ന് കാഴ്ചകൾ കാണാം. അങ്ങനെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്, കണ്ടില്ലേ? സംഭവം അടിപൊളി കേട്ടല്ലോ. അതിൻ്റെ മണ്ടിലൊക്കെ ആൾക്കാർ കയറി നിൽപ്പുണ്ട്. നമുക്ക് ഇവൻ്റെ മണ്ടിലൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടേക്ക് കയറാം.
ഒരു സ്ഥലം നമ്മൾ സ്കിപ്പ് ചെയ്തു, കാരണം നമ്മൾ ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലോട്ട് എത്താൻ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായുള്ള ജോണോ ഗ്രോട്ട്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മുടെ ഒരു UK ഒരു എൻഡാണെന്നാണ് പറയുന്നത്. എൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ എൻഡെന്നല്ല പറയുന്നത്, ഒരു നോർത്ത് സൈഡിലെ ഒരു എൻഡ്, അങ്ങനെ ഒരു രീതിക്കൊരു ഇതാണ് പറയണത്. ഒറിജിനലി ലാൻഡ്സെൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടില്ലേ 874 മൈൽസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ ഇനി തിരിച്ച് നേരെ വീട്ടിലിട്ട് പോവാണ്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഏതാണ്ട് 250 മൈലോളം ഉണ്ട് വീട്ടിലിട്ട്. ഏകദേശം ഒരു 5 മണിക്കൂറോളം നമ്മൾ വണ്ടി പിടിച്ച് തിരിച്ചെത്തണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ ജോണോ ഗ്രോട്ട്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.